ഹായ് എവരിവൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഫ്രേസസ് ആണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫ്രേസസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ക്ലാസ് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് എന്താണ് വാട്ട്സ് ഗോയിങ് ഓൺ. വാട്ട്സ് ഗോയിങ് ഓൺ ഇത് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? ഇപ്പം നമ്മൾ ഒരു കാര്യം ചോദിക്കുകയാണ്, ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കില്ലേ? ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രേസ് ആണ് വാട്ട്സ് ഗോയിങ് ഓൺ. എന്താ നടക്കുന്നത്, എന്താ സംഭവിക്കുന്നത്. ഇനി ഇവിടെ നമ്മളൊരു ദർ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ വാട്ട്സ് ഗോയിങ് ഓൺ ദർ, എന്താ അവിടെ സംഭവിക്കുന്നത് എന്നാവും. ഓക്കെ അല്ലേ? രണ്ടാമത്തേത് ഈസ് എനിത്തിങ് റോങ്. ഈസ് എനിത്തിങ് റോങ് എന്താണ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കില്ല നമ്മൾ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാം ഈസ് എനിത്തിങ് റോങ്. മനസ്സിലായല്ലോ? ഈസ് എനിത്തിങ് റോങ്. നെക്സ്റ്റ് ഈസ് എനിബഡി ഇൻസൈഡ്. ആരെങ്കിലും അകത്തുണ്ടോ, ആരെങ്കിലും അകത്തുണ്ടോ എന്ന് നമ്മൾ ചില കോണ്ടെക്സ്റ്റിൽ ചോദിക്കാറില്ലേ? ആരെങ്കിലും അകത്തുണ്ടോ? അപ്പോൾ വാതിൽ അടച്ചിരിക്കുകയാണെങ്കിൽ അകത്ത് ആരും ഇല്ലേ എന്നൊക്കെ ചോദിക്കില്ല. തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുക ആരെങ്കിലും അകത്തുണ്ടോ, അല്ലെങ്കിൽ അകത്ത് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒച്ച ബഹളമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചോദിക്കും ആരെങ്കിലും അകത്തുണ്ടോ. ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാം ഈസ് എനിബഡി ഇൻസൈഡ്. ഓക്കെ, ഇൻസൈഡ് ഉള്ളിൽ അല്ലെങ്കിൽ അകത്ത്. നെക്സ്റ്റ് വാസ് ദർ എനി കോൾ ഫോർ മീ. എന്താണ്? വാസ് ദർ എനി കോൾ ഫോർ മീ. വാസ് ദർ എനി കോൾ ഫോർ മീ ഇതെപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? ഇപ്പോൾ നമ്മൾ എന്താണ് ഫോൺ നമ്മളെ വീട്ടിൽ വെച്ചിട്ട്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫോൺ നമ്മളെ വീട്ടിൽ വെച്ചിട്ട് പുറത്തെവിടെയെങ്കിലുമൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ ചോദിക്കും, വീട്ടിലുള്ള ആളോട് നമ്മൾ ചോദിക്കുകയാണ് എനിക്ക് വല്ല കോളും വന്നിരുന്നോ നമ്മൾ ചോദിക്കില്ലേ? എനിക്ക് എൻ്റെ ഫോണിലേക്ക് കോൾ എങ്ങാനും വന്നിരുന്നോ. ഇങ്ങനെയുള്ള കോൺടെക്സ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാം വാസ് ദർ എനി കോൾ ഫോർ മീ. എനിക്ക് കോൾ വല്ലതുണ്ടായിരുന്നോ, എനിക്ക് കോൾ വന്നിരുന്നോ. വാസ് ദർ എനി കോൾ ഫോർ മീ. നെക്സ്റ്റ് ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട്. ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട് എവിടെ ഉപയോഗിക്കാം നമുക്ക്? നമ്മൾ എന്തെങ്കിലും ഒരാളെ വേദനിപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ നമുക്ക് തോന്നുക വേണ്ടിയില്ലായിരുന്നു എന്നില്ലേ? അപ്പോൾ നമ്മൾ പറയട്ടോ നീ അത് സില്ലി ആക്കിയിട്ട് കിട്ടോ, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് പറഞ്ഞതൊന്നല്ല, അത് വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നല്ല. ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ് എന്ന് പറയില്ലേ നമ്മൾ, സീരിയസ് ആയിട്ട് എടുക്കരുത് കേട്ടോ, അത് മൈൻഡിൽ തറക്കരുത് കേട്ടോ. ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാം ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട്. എന്താണ്? ഹാർട്ടിൽ കൊള്ളുന്ന വിധത്തിൽ എടുക്കരുത് കേട്ടോ, ഞാൻ അങ്ങനെ വിചാരിച്ച് പറഞ്ഞതൊന്നല്ല. ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട് എന്ന് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സോറി ടു ബോദർ യു. സോറി ടു ബോദർ യു ഇതിവിടെ നമുക്ക് ഉപയോഗിക്കാം നിങ്ങളെ ശല്യപ്പെടുത്തതിൽ എന്നോട് ക്ഷമിക്കണം എന്ന് നമ്മൾ പറയാം. നിങ്ങൾ ശല്യപ്പെടുത്തുന്നതിൽ ക്ഷമിക്കണം എന്ന് പറയില്ലേ? അവിടെ നമുക്ക് ഉപയോഗിക്കാം സോറി ടു ബോദർ യു. ശല്യപ്പെടുത്തുന്നതിൽ ക്ഷമിക്കണം, സോറി ടു ബോദർ യു. നെക്സ്റ്റ് ഈസ് ഇറ്റ് ലൗഡ് ഇനഫ്. ഈസ് ഇറ്റ് ലൗഡ് ഇനഫ് ഇത്രയും സൗണ്ട് പോരെ, ഇത് വേണ്ടത്ര സൗണ്ട് ഉണ്ടല്ലോ അല്ലേ, വേണ്ടത്ര സൗണ്ട് ഉണ്ടല്ലോ, വേണ്ടത്ര ഒച്ചയുണ്ടല്ലോ എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈസ് ഇറ്റ് ലൗഡ് ഇനഫ്. ഈസ് ഇറ്റ് ലൗഡ് ഇനഫ് ഇത്രയും സൗണ്ട് മതിയല്ലോ അല്ലേ, ഇത്രയും സൗണ്ട് പോരെ എന്ന് പറയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈസ് ഇറ്റ് ലൗഡ് ഇനഫ്. ഇനഫ് എന്ന് വെച്ചാൽ എന്താണ്? വേണ്ടുവോളം, മതിയാവോളം എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഈസ് ഇറ്റ് ലൗഡ് ഇനഫ്. ഇനി ആർ യു സ്റ്റിൽ അവേക്ക്. എട്ടാമത്തെ എന്താണ്? ആർ യു സ്റ്റിൽ അവേക്ക് എന്താണ്? നീ ഇപ്പോഴും ഉണർന്നിരിക്കുകയാണോ, നീ ഇപ്പോഴും ഉണർന്നിരിക്കുകയാണോ. അപ്പോൾ നമ്മൾ ഒരാൾ എന്താണ് കിടക്കുന്നത് കണ്ടോ, ഒരാൾ ഉറങ്ങാൻ പോയി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അയാൾ ഉണർന്നിരിക്കുകയാണ് അല്ലേ, ഉണർന്നിരിക്കുകയാണ്. വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ എന്താണ്? അയാൾ അപ്പോഴും ഉണർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും നീ ഇപ്പോഴും ഉണർന്നിരിക്കുകയാണോ എന്ന് ചോദിക്കും അല്ലേ, നീ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ലേ, നീ ഇപ്പോഴും ഉണർന്നിരിക്കുകയാണോ. ഇവിടെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? ആർ യു സ്റ്റിൽ അവേക്ക്. സ്റ്റിൽ അവേക്ക്, സ്റ്റിൽ ഇപ്പോഴും. ആർ യു സ്റ്റിൽ അവേക്ക്. ഓക്കെ, ഒമ്പതാമത്തേത് ലോങ് ടൈം നോ സീ. ലോങ് ടൈം നോ സീ ഇതെവിടെ ഉപയോഗിക്കാം? നമ്മൾ കുറേ കാലത്തിന് ശേഷം നമ്മുടെ ഒരു ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കണ്ടുമുട്ടുകയാണ് അല്ലേ, നമുക്ക് പരിചയമുള്ള ഒരാളെ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ നമ്മൾ പറയും കുറേ കാലമായല്ലോ കണ്ടിട്ട് എന്ന് പറയാറില്ലേ നമ്മൾ മലയാളത്തിൽ. അപ്പോൾ അതിന് പറഞ്ഞിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാം ലോങ് ടൈം നോ സീ. കുറേ നാളായല്ലോ കണ്ടിട്ട്, ലോങ് ടൈം നോ സീ. നെക്സ്റ്റ് പത്താമത്തേത് വൈ ദ ലോങ് ഫേസ്. വൈ ദ ലോങ് ഫേസ് ഇതെവിടെ നമുക്ക് ഉപയോഗിക്കാം? അപ്പോൾ നമ്മൾ എന്താണ് ഒരാളെ കണ്ടു,
നമ്മുടെ ഫ്രണ്ടിനെയോ ആരെങ്കിലും നമ്മളെ കണ്ടപ്പോൾ നമുക്ക് അയാളുടെ മുഖം എന്തോ വല്ലാണ്ട് ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നി. സാധാരണ കാണുന്ന ഒരു ഫേസ് അല്ല. മുഖത്ത് എന്തൊക്കെയോ ഒരു നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തൊക്കെയോ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് കുറച്ച് സാഡ് ആയിട്ടിരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയാണ് വൈ ദ ലോങ് ഫേസ്. അവിടെ നമുക്ക് ഉപയോഗിക്കാം വൈ ദ ലോങ് ഫേസ്. ഓക്കെ അല്ലേ? 11-ാമത്തേത് ഡോണ്ട് യു നോ ദിസ്. ഡോണ്ട് യു നോ ദിസ്. ഇതെപ്പോഴാ നമുക്ക് ഉപയോഗിക്കാം? ഡോണ്ട് യു നോ ദിസ് എന്താണ് അതിൻ്റെ അർത്ഥം? നിനക്കതറിയില്ലേ? നിനക്കറിയില്ലേ അത് അല്ലേ? നമ്മൾ എന്താണ് അറിയുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ ചോദിക്കുകയാണ്. ഇത് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഡോണ്ട് യു നോ ദിസ്. നിനക്കിത് അറിയില്ലേ? ഡോണ്ട് യു നോ ദിസ്. നെക്സ്റ്റ് ഹൗ ഡു ഐ നോ. ഹൗ ഡു ഐ നോ. ഓക്കെ, എനിക്കെങ്ങനെ അറിയാം? ഇത് എനിക്കെങ്ങനെ അറിയാം? ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ, പിന്നെ ഇത് എനിക്കെങ്ങനെ അറിയാം? ഇങ്ങനെയുള്ള കോണ്ടക്സ്റ്റിൽ ഈ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് ഉപയോഗിക്കാം ഹൗ ഡു ഐ നോ. ഹൗ ഡു ഐ നോ. ഹൗ ഡു ഐ നോ. ഞാൻ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഒക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, 13-ാമത്തെ സെന്റൻസ് ഐ ഡിഡിൻ ക്യാച്ച് ദ ലാസ്റ്റ് വേർഡ്. ഐ ഡിഡിൻ ക്യാച്ച് ദ ലാസ്റ്റ് വേർഡ് എന്ന് വെച്ചാൽ എന്താണ്? ലാസ്റ്റ് പറഞ്ഞ ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല. ലാസ്റ്റ് പറഞ്ഞ കാര്യം എനിക്ക് പിടികിട്ടിയില്ല. എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയാനായിട്ട് ഐ ഡിഡിൻ ക്യാച്ച് ദ ലാസ്റ്റ് വേർഡ്. ബാക്കിയൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ലാസ്റ്റ് പറഞ്ഞ ആ കാര്യം മനസ്സിലായില്ല. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് വി ക്യാൻ യൂസ് ഐ ഡിഡിൻ ക്യാച്ച് ദ ലാസ്റ്റ് വേർഡ്. നെക്സ്റ്റ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഇറ്റ് ഡസൻറ്റ് മാറ്റർ 14-ാമത്തെ ഫ്രേസ് ആണ്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ എന്താണ്? ഇതിൽ കാര്യമില്ല, അതിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറയില്ല നമ്മൾ. അതിൽ കാര്യമില്ല. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഓക്കെ, ഇതിൽ കാര്യമില്ല, ഇത് ഇവിടുത്തെ വിഷയമല്ല എന്നൊക്കെ പറയാനായിട്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ എന്ന് ഉപയോഗിക്കാം. ഓക്കെ, ലാസ്റ്റ് എക്സ്പ്രഷൻ വൈ ഷുഡ് ഐ. വൈ ഷുഡ് ഐ എന്താ? വൈ ഷുഡ് ഐ എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഞാൻ എന്ന് പറയില്ലേ നമ്മൾ. ഇത് എവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കും? എന്തുകൊണ്ട് ഞാൻ. ഇപ്പം നമ്മൾ കുറേ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തു. ഒരുപാട് വലിയ ഗ്രൂപ്പിൽ നിന്ന് നമ്മളൊരു കാര്യത്തിന് വേണ്ടി സെലക്ട് ചെയ്തു. അപ്പം അയ്യോ എന്തുകൊണ്ട് ഞാൻ, എന്തിനാ എന്നെ സെലക്ട് ചെയ്തു? നമ്മൾ തലയൊക്കെ ചൊറിഞ്ഞോണ്ട് പറയില്ലേ എന്തുകൊണ്ട് ഞാൻ അവിടെ പോകണം, എന്തുകൊണ്ട് ഞാനിത് ചെയ്യണം എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ പറയാറുണ്ട് എന്തുകൊണ്ട് ഞാനെന്ന് മലയാളത്തിൽ പറയും. അതിന് പകരമായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാം വൈ ഷുഡ് ഐ. വൈ ഷുഡ് ഐ. ഓക്കെ, ഇപ്പോൾ 15 ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ് ആണ് നമ്മൾ പഠിച്ചതിലെ വളരെ കോമൺ ആയിട്ട് നമ്മുടെ സാധാരണ ടോക്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന 15 ഫ്രേസസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്